ഹായ് ഹലോ. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ പണി ടാസ്ക് അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ടാസ്കുകളാണ് ഇന്ന് നടന്നത്. ഇന്നലെ നടന്ന രണ്ട് ടാസ്കും അസാധുവായി പോയല്ലോ, ക്യാൻസലായി പോയല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഇവരോട് ഒരു ക്ഷമ കാണിച്ചു. ഇവർക്ക് ബാക്കി ഉണ്ടായിരുന്നത് 250 പോയിന്റ്സ് ആയിരുന്നു. ഇത് പോരാനിട്ട് ഒരു 1050 പോയിന്റ്സ് എക്സ്ട്രാ ബിഗ് ബോസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് നടന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മോർണിംഗ് സോങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് തീർന്നതിന് അവിടെ ചെറിയൊരു സമരമൊക്കെ നടക്കുകയാണ്. സമരത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത് അപ്പാനിയൊക്കെയാണ്. അതായത് അവർ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗ്യാസ് പെട്ടെന്ന് തീർന്നു. അങ്ങനെ ബിഗ് ബോസിനെതിരെ അവർ സമരം ചെയ്യുകയാണ്. സമരത്തിനിടയ്ക്ക് നമ്മുടെ നെവിന്റെ ഒരു അഭിസംബോധന ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട വിഷങ്ങളെ എന്ന് തുടങ്ങുന്ന ഒരു അഭിസംബോധനയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നെവിൻ അത്യാവശ്യം നന്നായിട്ട് കോമഡി ആയിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ നന്നാക്കി. ഇതിന് ശേഷം നടക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് വന്ന് ഇവരോട് സംസാരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇനി 250 പോയിന്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. 1050 പോയിന്റ്സ് കൂടി ബിഗ് ബോസ് തരികയാണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്. ഇന്നലെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തല്ലോ. അതായത് ധൈര്യശാലികളും ത്യാഗികളും നഷ്ടപ്പെടുത്തിയ കോയിനിന് പകരം ഈ പോയിന്റ്സും തരികയാണെന്ന് ബിഗ് ബോസ് പറയുകയാണ്. അത് കുത്തി തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത്. നമുക്ക് ടോൺ കേട്ടാൽ മനസ്സിലാവും. അങ്ങനെ ടാസ്ക് ഇതാണ്, ഡിബേറ്റ് ആണ്. രണ്ടുപേർ വീതമാണ് ഡിബേറ്റ് ചെയ്യേണ്ടത്. ഇതില് ഇന്നലത്തെ ത്യാഗികളും അതുപോലെ തന്നെ ധൈര്യശാലികളുമായിട്ടുള്ളവരാണ്. അതില് ത്യാഗികളിൽ ഒരാൾക്ക് മാത്രം, അതായത് ആദില നൂറിൽ ആദില മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ ധൈര്യശാലികളായിട്ടുള്ള ആര്യൻ, ജിസയില്, പിന്നെ അനീഷ്, ഇവരൊക്കെയാണ് ജഡ്ജസ്. അപ്പൊ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ ചോദിക്കരുത്. ഇതിൽ ചോദിക്കരുത് എന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കേണ്ടത് സരികയും ചോദിക്കാം എന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കേണ്ടത് നൂറയാണ്. അങ്ങനെ അവർ തമ്മിലൊരു ഡിബേറ്റ് നടക്കുകയാണ്. അതിൽ സരികയാണ് ഫസ്റ്റ് ഡിബേറ്റിൽ വിന്നർ ആവുന്നത്. ഒരാൾക്ക് 2 മിനിറ്റ് മാത്രമേ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് ഉള്ളത് വീട്ടിൽ തുടരാനുള്ള യോഗ്യതയെ പറ്റിയിട്ടാണ് ടോപ്പിക്. അത് ശൈത്യയും നെവിനും തമ്മിലാണ് ആ ഒരു ഡിബേറ്റ് നടക്കുന്നത്. അതിൽ നെവിനാണെങ്കിൽ അവിടെ ശൈത്യക്ക് നേരെയാണ് ഡിബേറ്റ് ചെയ്യുന്നതെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നെങ്കിലും കുത്തുന്നത് അനുമോളെ തന്നെയാണ്. കാരണം ശൈത്യ അനുമോളുടെ പാവാട വള്ളിയായിട്ട് നടക്കുന്നു എന്നൊക്കെ നെവിൻ പറഞ്ഞ നെവിൻ നല്ലപോലെ നന്നായിട്ട് ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. ശൈത്യ ഒപ്പത്തിന് നല്ലപോലെ ആദ്യം സംസാരിച്ച ശൈത്യയാണെങ്കിൽ നല്ലൊരു സ്പീച്ച് ആയിരുന്നു ശൈത്യയുടെ. ശൈത്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അങ്ങനെ ആ ഒരു ഡിബേറ്റിലും നെവിനാണ് വിജയിക്കുന്നത്. ഇതിനുശേഷം നടക്കുന്നത് ഗ്രൂപ്പ് ഗെയിമിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഗ്രൂപ്പ് ഗെയിം നല്ലതാണെന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കേണ്ടത് അക്ബറും, ഇൻഡിവിജ്വൽ ഗെയിമാണ് നല്ലതെന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് അഭിലാഷുമാണ് സംസാരിക്കുന്നത്. ഇതില് അഭിലാഷ് തോക്കുകയാണ്, അക്ബറാണ് ജയിക്കുന്നത്. പക്ഷെ അഭിലാഷ് നല്ലപോലെ ഡിബേറ്റ് ചെയ്തു. അപ്പൊ പറയാതിരിക്കാൻ പറ്റില്ല. അഭിലാഷ് ആ സ്റ്റാൻഡിൽ നിന്ന് നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പോയിന്റ്സ് എല്ലാം നന്നായിട്ട് ഡിബേറ്റ് ചെയ്തു. ഇതിനുശേഷം ശാരികയും ഒനീലുമാണ് ഡിബേറ്റ് ചെയ്യുന്നത്. അത് ഇവര് പുറത്തായല്ലോ, ഡെഡ് സോണിലേക്ക് പോയല്ലോ, അപ്പം എനിക്കാണ് അർഹത എന്നുള്ള സ്റ്റാൻഡിൽ വേണം രണ്ടുപേരും നിൽക്കാൻ. അങ്ങനെ ഏറ്റവും നന്നായിട്ട് ഡിബേറ്റ് ചെയ്തത് അവിടെ ഒനീലാണ്. പക്ഷെ ഒനീലും നന്നായിട്ട് ഡിബേറ്റ് ചെയ്തു. സീരിയസ്ലി ഒനീൽ നന്നായിട്ട് കറക്റ്റ്ലി ഒനീലാണ് നന്നായിട്ട് ഡിബേറ്റ് ചെയ്തത്. പിന്നെ ഇതിനിടയ്ക്ക് ചിലരൊക്കെ പോയിന്റ്സ് വഴിതിരിച്ച് പോകുന്നുണ്ട്. അതായത് പറഞ്ഞു വരാം. പിന്നെ അക്ബറും പിന്നെ ഇതിനുശേഷം ഡിബേറ്റ് അവിടെ ഒന്ന് നിൽക്കുകയാണ്. ഇതിനുശേഷം അക്ബറും സാരികയും കൂടെ ആദില എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഉള്ള കാരണം എനിക്കൊന്നും മനസ്സിലായില്ല അവരെന്താണ് പറയുന്നത്. ആരാ അക്ബർ അല്ലല്ലോ, വേറെ ആരും നെവിനെ പറ്റിയോ എന്താണ്, നെവിനെ പറ്റിയിട്ടാണ് അക്ബറും സാരികയും കൂടെ പറയുന്നത്. പക്ഷെ അക്ബർ പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് പറയുന്നത്. സീരിയസ്ലി എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഇതിനുശേഷം പിന്നെ നമ്മുടെ ടാസ്ക് കണ്ടിന്യൂ ചെയ്യാണ്. ശുചിത്വത്തെ പറ്റിയിട്ടുള്ള ഡിബേറ്റ് ആണ് രേണു സുധിയും ബിന്നിയും തമ്മിൽ നടക്കുന്നത്. പക്ഷെ രണ്ടുപേരും നന്നായിട്ട് ഡിബേറ്റ് ചെയ്തു. അതിൽ രേണു സുധിയാണ് വിജയിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രായം ജീവിതാനുഭവം എന്നുള്ള ഒരു കാര്യത്തില്
ഉണ്ടെന്ന പ്രായത്തിലൂടെ ജീവിതാനുഭവം ഉണ്ടാകും എന്നുള്ള സ്റ്റാൻഡിൽ അനുവും ഇല്ലെന്നുള്ള സ്റ്റാൻഡിൽ റെനയാണ് നിൽക്കുന്നത്. പക്ഷെ അനുവിന് അത്ര നന്നായിട്ട് ഡിബേറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അനു പോയിന്റ്സ് പറഞ്ഞ് നന്നായിട്ട് ടോക്കൊക്കെ ചെയ്തു. പക്ഷെ റെനയുടെ കൂടെ അവർ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. കാരണം സ്പീച്ച് വൈസ് ആണെങ്കിൽ റെന കുറച്ച് മുമ്പിലാണല്ലോ. അപ്പം റെനയാണ് വിന്നർ ആവുന്നത്. പിന്നെ അനു പറഞ്ഞ പോയിന്റ്സ് ഒക്കെ റെന അപ്പാടെ തള്ളി പറയുന്നുണ്ട്. ആ പോയിന്റ്സ് റെനയുടെ പോയിന്റ്സും അത്യാവശ്യം റെന നന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ സൗഹൃദം വ്യക്തിഗത മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണോ എന്നുള്ള ഇതിന് വേണ്ടി അതിനെ പറ്റിയിട്ടാണ് ഒരു ഡിബേറ്റ് ലാസ്റ്റ് നടക്കുന്നത്. ശരത്തും ഷാനവാസും തമ്മിലാണ്. പക്ഷെ ഇവര് പറയുന്നത് എന്താണെന്ന് ഇവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അത് മാത്രമല്ല, ടോപ്പിക്കുമായിട്ട് യാതൊരുവിധ റിലേഷനും ഇല്ലാത്തൊരു ഡിബേറ്റ് ആണ് അവിടെ നടന്നത്. പേഴ്സണലി എടുത്തുള്ള ഒരു വാക്കേറ്റത്തിലോട്ട് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എല്ലാവർക്കും ഫീൽ ചെയ്തു. എൻ്റെ അനീഷ് പറയും ചെയ്തു, നിങ്ങൾ ഇവിടെ നടത്തിയത് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമില്ല. കറക്റ്റ് ആയിരുന്നു. ഇവർ എന്താണ് പറയുന്നത് ഇവർക്ക് തന്നെ ഒരു ബോധ്യം ഇല്ലാതെയാണ് ഇവർ ഡിബേറ്റ് ചെയ്തത്. സീരിയസ്ലി ഏറ്റവും ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് ഈ ഷാനവാസിന്റെയും ശരത്തിന്റെയും ഒരു ഡിബേറ്റ് ആയിരുന്നു. ബാക്കിയുള്ളവർ പിന്നെ നന്നായിട്ട് ഡിബേറ്റ് ചെയ്തു കേട്ടോ. പക്ഷെ നല്ലൊരു ടാസ്ക് ആയിരുന്നു. നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തു. പക്ഷെ ഇവര് മാച്ച് ആവുന്നില്ല ഈ ശരത്തിന്റെയും ഷാനവാസിന്റെ. അങ്ങനെ അതിൽ വിന്നർ ആവുന്നത് നമ്മുടെ ശരത്താണ്. കുറച്ചെങ്കിലും ഭേദം എന്ന് പറഞ്ഞാണ് ശരത്തിനെ വിന്നറാക്കുന്നത്. അങ്ങനെ ശരത്ത്, പിന്നെ റെന, രേണുസുതി, ഒനീല്, അക്ബർ, പിന്നെ നെവിൻ, സരിക, ഇത്രയും പേര് വിന്നറായവരിൽ നിന്ന് പണിപ്പുരയിലേക്ക് പോകാനുള്ളവരെ സെലക്ട് ചെയ്യാൻ ബിഗ് ബോസ് പറയാണ്. അതിൽ ഒരാളെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒനീൽ അവിടെ ചെറിയൊരു വാക്കേച്ച അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ പേരിൽ വാക്കേച്ച ഉണ്ടാവുന്നുണ്ട്. ഒനീലിന് പോകണം എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ ഒനീൽ നന്നായിട്ട് സംസാരിച്ചു. രേണു പോട്ടെ എന്നുള്ള സ്റ്റാൻഡിൽ ആദ്യം രേണു പോട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഒരു വാക്കേച്ച അവിടെ നടക്കുന്നുണ്ട്. റെനയാണ് ഇവിടെ ഈ അടി തുടക്കം ഇടുന്നത്. റെനയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് റെന ഒറ്റക്കാലി നിൽക്കുകയാണ്. പക്ഷെ ഒനീലിന്റെ സ്റ്റാൻഡിൽ തന്നെ നിന്ന് പറയുന്നു എനിക്ക് പോകണം, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന്. ഒനീലിന്റെ സ്റ്റാൻഡിൽ തന്നെ നിന്ന് അങ്ങനെ ഒനീലിനെ എങ്ങോട്ട് ചെയ്യണം. ആദ്യം അനീഷ് പറഞ്ഞു നമുക്ക് വോട്ടിട്ട് തീരുമാനിക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഒനീൽ പോട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് അവസാനത്തെ അങ്ങനെ ഒനീൽ പണിപ്പുരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. ഇതിനുശേഷം നടക്കുന്നത് ജിസയിലും രേണുവും ആര്യനും തമ്മിലുള്ള ടോക്കാണ്. അപ്പൊ ആര്യൻ പറയുന്നുണ്ട് അനുമോൾക്ക് ഇങ്ങനെ സ്പീച്ച് ചെയ്യാനുള്ള ഒരു കഴിവില്ല, പക്ഷെ ഒരു 30 വയസ്സുകാരുടെ മെച്യൂരിറ്റി ഇല്ലെന്നും ജിസയിലും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും ഭാവം അനുമോളാണെന്നാണ് പറയുന്നത്. അത് ജിസയിലും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ജിസയിലും സമ്മതിച്ചിട്ട് ഏറ്റവും പാവം അനുമോളാണെന്നാണ് എല്ലാവരും അവര് 3 പേരുടെ ഒരു അനാലിസിസ്. റെനയുടെയും നമ്മുടെ ജിസയിലിന്റെയും ആര്യന്റെയും ഒരു അനാലിസിസ്. പക്ഷെ ഉള്ള കാര്യം റെനയേക്കാൾ പേര് അനുമോൾ തന്നെയാണ്. എൻ്റെ ഒരു സ്റ്റാൻഡ് പറയുകയാണെങ്കിൽ റെനയേക്കാൾ പേരും അനുമോൾ തന്നെയാണ് സീരിയസ്ലി. പിന്നെ അതിനുശേഷം നമ്മുടെ അടുത്ത ടാസ്ക്കാണ് ഭൂമി കയ്യേറ്റൻ ടാസ്ക്കാണ്. ഈ ടാസ്കിന്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ ഇനി 2 പേർക്കും കൂടെ പണി ടാസ്ക് എല്ലാം ആ ഒരു ഡിബേറ്റ് വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2 പേർക്കും കൂടെ പണിപ്പുരയിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. ആ 2 പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത്. ഭൂമി കയ്യേറ്റെന്നുള്ള ടാസ്ക്കാണ്. ഒരു മഡ് പിച്ച് ഉണ്ടാവും, അവിടെ കുറെ ഫ്ലാഗ്സും ഉണ്ടാവും. 2 ടീമായിട്ട് തിരിക്കുക, ടീം എ, ടീം ബി. ടീം എക്ക് യെല്ലോ കളർ ഫ്ലാഗും ടീം ബിക്ക് നമ്മുടെ പിങ്ക് കളർ ടാസ്ക് എന്ന് ഫ്ലാഗുമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വീട്ടുകാർ 2 ടീമായിട്ട് മാറുക. ആരുടെ ഫ്ലാഗാണ് കൂടുതൽ അവിടെ കുത്തുന്നത് അവരായിരിക്കും വിന്നർ. അങ്ങനെ ടാസ്ക് ആരംഭിക്കുകയാണ്. ടാസ്ക് ആരംഭിച്ച് പിന്നെ അവിടെ നടന്നത് എന്ത് ചെയ്യും, നമ്മളൊക്കെ കൊച്ചു പിള്ളേരായിരുന്നു. അപ്പൊ ഈ മണ്ണ് വാരി എറിഞ്ഞ് കളിക്കില്ലേടാ, അതായത് ഇങ്ങനെ മണ്ണിൽ കിടന്ന് ഉരുണ്ട് മണ്ണ് വാരി എറിഞ്ഞ് കളിക്കില്ലേ. ശരിക്കും അതാണ് അവിടെ നടന്നത്. ശരിക്കും ഈ കൊച്ചു പിള്ളേരെ കാട്ടി കഷ്ടത്തിൽ അങ്ങോട്ട് മണ്ണ് വാരി എറിയല്, മണ്ണിൽ കിടന്ന് ഉരുളല്, കെട്ടിപ്പിടിച്ച് ഉരുളല്, ഒരുത്തിന്റെ പുറത്തൊരു ആന കളിക്കല്. ഞാൻ നോക്കിയപ്പം റെന അനീഷിന്റെ പുറത്തൊരു ആന കളിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പുറത്തു കയറി ആന കളിക്കല്, അങ്ങോട്ട് ഉരുളല്, ഇങ്ങോട്ട് കൊച്ചു പിള്ളേര് മണ്ണിൽ കിടന്ന് ഉരുളൂലേ, അത് കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളല്. അവസാനം ഫിസിക്കൽ അസോൾട്ട് വരെ പോവാവുന്നൊരു സിറ്റുവേഷൻ വരെ വന്നു. കാരണം അങ്ങനെ കിടന്ന അവര് ഉരുളലും പരളലുമായിരുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും റഫായിട്ട് ഗെയിം കളിച്ചത് ഷാനവാസാണ്. സീരിയസ്ലി പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും റഫായിട്ട് ഗെയിം കളിച്ചത് ഷാനവാസാണ്. ഷാനവാസ്
പേഴ്സണലി എടുത്താണ് ഷാനവാസ് അവിടെ ഗെയിം കളിച്ചത്. കാരണം ഷാനവാസ് മണ്ണൊക്കെ എറിയുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം അതൊക്കെ വെറും ബോറാണ്. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ടാസ്ക് ആയിട്ട് എടുക്കണം. അത് മാത്രമല്ല നോറയുടെ കയ്യിൽ നിന്ന് എന്തോ ഫ്ലാഗ് പറിച്ചെടുത്ത് ജയിലിനകത്ത് കൊണ്ടിടുക. ഷാനവാസ് അവിടെ റഫായിട്ടാണ്. ബാക്കിയുള്ളവർ പിന്നെ ഒരു വിധം ഇങ്ങനെയെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ നോക്കി. പക്ഷെ ഷാനവാസ് എല്ലാവരുടെ ഇത് മണ്ണ് വാരി എറിയാൻ നോക്കുന്നത്. പക്ഷെ അനു അത് ചോദ്യം ചെയ്യുന്നുണ്ട്. അനു അവിടെ ചോദ്യം ചെയ്തുകൊണ്ട് അനു ഷാനവാസിനെതിരെ തിരിയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് മണ്ണ് വാരി എറിയുന്നത്? ഞാൻ നോക്കിയപ്പോൾ അനു മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ. അനു അവിടെ ശക്തമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് മണ്ണ് വാരി എറിയുന്നത്? ഷാനവാസ് എന്ന് പറയുന്നത് ഷാനവാസ് ടീം എയിലായിരുന്നു, അനുവും ആര്യനും ഒക്കെ ടീം ബിയിലായിരുന്നു. അങ്ങനെ അവിടെ പിന്നെ ബിഗ് ബോസ് ഒരു മിനിറ്റത്തേക്ക് എന്ത് ചെയ്തു, ടാസ്ക് സ്റ്റോപ്പ് ചെയ്ത് പറയുന്നുണ്ട്, ഇത് ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക്, അതായത് ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകരുത് ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തു. എന്നിട്ട് പിന്നെ അവിടെ അവരെ കടന്ന് ഉരുളുകയാണ്. മണ്ണിൽ കിടന്ന് ഉരുളല്, അങ്ങോട്ട് ഉരുളല്, ഇങ്ങോട്ട് ഉരുളല്, ഒരുന്റെ പുറത്ത് കയറല്, വലിച്ചിടല്, ഷാനവാസ് വലിച്ചിടല്, എന്തോന്ന് സത്യം പറഞ്ഞ ചിരിയാണ് വന്നത്. ചിരിച്ച് ഉപ്പാണ്ടാണ് സത്യം പറഞ്ഞ. ഇങ്ങനെയുണ്ടോ ഒരു ഉരുളല്, അങ്ങോട്ട് ഉരുളല്, ഇങ്ങോട്ട് ഉരുളല്, മണ്ണിൽ കിടന്ന് ഉരുളല്. അങ്ങനെ അവസാനം ബിഗ് ബോസ് ബസർ അടിച്ചിട്ടും ടാസ്ക് കഴിഞ്ഞു, നിർത്തു ടാസ്ക്. ബിഗ് ബോസ് അവിടെ കിടന്ന് അനൗൺസ്മെന്റ് ബിഗ് ബോസ് അവിടെ കിടന്നത്. മത്സരം അവസാനിച്ചു, ഇനി ആവർത്തിക്കും. ബിഗ് ബോസ് ആവർത്തിച്ച് മത്സരം അവസാനിച്ചു ബിഗ് ബോസ് ആവർത്തിച്ച് അനൗൺസ് ചെയ്തു. അങ്ങനെ ബിഗ് ബോസിന് തന്നെ പ്രാന്തളവിയിട്ട് അടിയായിരുന്നു ബസർ. സത്യം. കാരണം അങ്ങനെ ബസറടിയോട് അടിയായിരുന്നു. ഇവര് ബിഗ് ബോസിനെങ്കിലും ഒരു വില കൊടുക്കുക. ടാസ്ക് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഈ ഷാനവാസൊക്കെ കിടന്ന് അവിടെ കിടന്ന് ഇങ്ങനെ ഉരുളല്ല, ഷാനവാസും ഒനിയിലും ഒക്കെ. ബിഗ് ബോസ് പറഞ്ഞു മത്സരം അവസാനിച്ചു, നിങ്ങൾ നിർത്തൂ. ബസർ വരെ അടിച്ചു. ബസർ അടിച്ചിട്ട് പോലും അവസാനം ബിഗ് ബോസിന് തന്നെ കലിയേറിയിട്ട് ബിഗ് ബോസും ബസർ അടിക്കുകയാണ്. ഒരു 10-30 വട്ടം ബസർ അടിച്ചു. അങ്ങനെ ബസർ അടിച്ചിട്ട് അവസാനം ആ ടാസ്ക് അവരെങ്ങനെയോ നിർത്തി. ഇതിന് ശേഷം ഇതിന്റെ പേരില് ഷാനവാസും ലിവിംഗ് റൂമിൽ വെച്ച് ഷാനവാസും അനുമോളും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. ആരും ഇടപെടുന്നുണ്ട്. മണ്ണ് വാരി എറിഞ്ഞ അനുമോള് ചോദ്യം ചെയ്യുന്നുണ്ട്. അനീഷും ഷാനവാസിനെ ഗെയിംസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതും അതിനകത്തല്ല, മട്പിച്ചിനകത്തല്ല, പുറത്ത് പോയിട്ട് മണ്ണ് വാരി എറിയാണ് ഷാനവാസ് ചെയ്തത്. ഉള്ള കാര്യം തന്നെ, പുറത്ത് പോയിട്ടാണ് ഷാനവാസ് മണ്ണ് വാരി എറിഞ്ഞത്. പിന്നെ അങ്ങനെ ടീം ബി അങ്ങനെ നമ്മുടെ ജിസയിലും നിവിനും കൂടെ പോയിട്ട് ഫ്ലാഗ് കൗണ്ട് ചെയ്യാണ് ബിഗ് ബോസ് പറഞ്ഞിട്ട്. ബിഗ് ബോസ് ആരെങ്കിലും 2 പേര് പോയിട്ട് ഫ്ലാഗ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞ അനുസരിച്ച് ഫ്ലാഗ് കൗണ്ട് ചെയ്യാണ്. ഫ്ലാഗ് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടീം ബി ആണ്, അതായത് പിങ്ക് ഫ്ലാഗ് ഉള്ളവരാണ് വിന്നർ ആവുന്നത്. അങ്ങനെ ആ ടീമിൽ നിന്നും 2 പേരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പണിപ്പുരയിലേക്ക് പോകുന്നത്. അത് ഫസ്റ്റ് അനുമോളെയും നെവിനെയാണ് സെലക്ട് ചെയ്തത്. പക്ഷെ അനുമോളെ നെവിൻ സെലക്ട് ചെയ്തപ്പോൾ ജിസൈനൊക്കെ അവിടെ പ്രശ്നം ഉണ്ടാവുന്ന, അബി പോകുന്നൊക്കെ പറഞ്ഞ് ജിസൈൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ അനുമോള് പിന്നെ പിന്മാറി. അങ്ങനെ അനീഷും നമ്മുടെ നെവിനുമാണ് പണിപ്പുരയിലേക്ക് പോകുന്നത്. ഇതിന് ശേഷമാണ് നമ്മുടെ അടുത്ത മെയിൻ അടി നടക്കുന്നത്. അതായത് നമ്മുടെ കഥയിലൊരു ജീവിതം ടാസ്ക് ആണ്, കഥ പറയുന്ന ടാസ്ക് ആണ്. കഥ പറയൽ ടാസ്കിനിടയ്ക്ക് ശൈത്യ ഇമോഷണലി നിൽക്കുകയാണ്. അപ്പൊ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് ശൈത്യ പറഞ്ഞു തുടങ്ങിയപ്പം അതിന് മുമ്പേ തന്നെ ആര്യൻ വല്ലാത്തൊരു ചിരി എന്ന് വെച്ചാൽ ആര്യന് ചിരി മുട്ടിച്ച് ആര്യൻ സഹിക്കാൻ പറ്റാതെ ആര്യൻ കിടന്ന് ചിരിക്കുകയാണ്. അപ്പൊ ജിസയിൽ വാൺ ചെയ്യുന്നുണ്ട്, ചിരിക്കരുതെന്ന് പറഞ്ഞ് വാൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ കിടന്ന് ചിരിക്കുകയാണ്. അപ്പൊ വീട്ടുകാർക്ക് വേറെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചിരിച്ചു. അങ്ങനെ അവസാനം സരിക, നമ്മുടെ കലാഭവൻ സരിക വിളിച്ചിട്ട് സരികയുടെ അടുത്ത് പോയിട്ട് ഇരുത്തുകയാണ്. അതായത് തറയിൽ നിലത്ത് ഇരുത്തുകയാണ്. എന്നിട്ട് പോലും ആര്യൻ ഒരുമാതിരി കോഷ്ടി കാണിക്കലും ചിരി. അങ്ങനെ സരികയ്ക്ക് സഹിക്കാൻ പറ്റാതെ സരിക അവിടെ കിടന്ന് ചിരി. റെന ഇത് കണ്ടിച്ച് റെന അവിടെ കിടന്ന് ചിരി. അങ്ങനെ അങ്ങനെ ചിരിക്കുമ്പം വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അക്ബറും ഷാനവാസിനോട് പറയുന്നുണ്ട്, തോണ്ട ആര്യൻ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്, അവിടെ കിടന്ന് ചിരിക്കുവാന്ന്. ഈ 2 പേര് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവര്, ഷാനവാസും അക്ബറും, അവർ ഒരുമിച്ചിരുന്നിട്ട് പറയാണ്. അങ്ങനെ ഷാനവാസിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കിടന്ന് ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനെ ഒടുവില് ആര്യൻ അങ്ങനെ അവിടെ കിടന്ന് കോഷ്ടി കാണിച്ച് ചിരിക്കുകയായിരുന്നു. പക്ഷെ ഭയങ്കര ബോറാണ് സത്യം പറഞ്ഞ. ആര്യൻ ഇതോടെ നല്ല നെഗറ്റീവാ. അത് മാത്രമല്ല, നമ്മുടെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും, ബിഗ് ബോസ് ഇടയ്ക്ക് ബോസ് കളിക്കാൻ നോക്കിയിട്ട് ആര്യഞ്ഞിട്ട് ബിഗ് ബോസും കൊട്ടുന്നുണ്ട്. അത് പറഞ്ഞല്ലേ ആര്യം ഞാനിവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് കൊട്ടു കൊടുക്കുന്നുണ്ട്. ഇവർ ഫ്ലാഗ് എണ്ണാൻ പോകുമ്പോഴും ആര്യം കൂടെ പോയിട്ട് ആര്യൻ്റെ അകത്ത് പോയി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസും 2-3 കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഇങ്ങനെ ഇവര് നമ്മളെ ശൈത്യ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഥ പറഞ്ഞ് കഥ അവസാനിപ്പിച്ചതും
നമ്മുടെ അഭിലാഷ് കയറി ചാടി ഒരു 5-6 പള്ള്. ആരിന് 5-6 പള്ള്. ഇതൊരു ഇമോഷണലി കഥ പറയുമ്പോഴാണോ ചിരിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് നല്ല വൃത്തി ഭയങ്കരമായിട്ട് എന്താ ഫയർ ചെയ്യാന്ന് വെച്ചാൽ ചാർജ് ചെയ്യാണ്. അങ്ങനെ ചാർജ് ചെയ്ത് ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഷാനവാസ് അക്ബറും കൂടെ ചാടി വീഴുന്നുണ്ട്. ചാടി വീണിച്ച് ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതൊരു ഭയങ്കര ബഹളമായി. ഇതിനിടയ്ക്ക് ആര്യൻ എണീച്ച് ഭയങ്കരമായിട്ട് വന്നിട്ട് നമ്മുടെ അഭിലാഷിന് നേരെ ചെരുപ്പെറിയാണ്. ഭയങ്കര മോശമാണത്. കാരണം ഇങ്ങനെ ഒരു ഫൈറ്റിൽ ഇങ്ങനെ ഒന്നും എറിയാൻ പാടില്ല. അത് ഫിസിക്കൽ അസോൾട്ടിന്റെ ഭാഗമായിട്ട് ഒരു ചെരുപ്പെറിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, സീസൺ 3 നമ്മുടെ റംസാൻ ആണെങ്കിൽ ആർക്കെതിരെ, വിഷ്ണുവിനെതിരെ, സായി വിഷ്ണുവിന് നേരെ ചെരുപ്പറിഞ്ഞ ഓർമ്മയുണ്ടോ? അതൊരു ഡിബേറ്റ് ടാസ്കില്. അതായത് സായി വിഷ്ണു അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ സായി വിഷ്ണുവിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇവര് ടീമായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ സായി വിഷ്ണുവിന് നേരെ റംസാൻ ചെരുപ്പറിഞ്ഞിട്ട് അത് ലാലേട്ടൻ ഭയങ്കരമായിട്ട് മാസമായിട്ട് വന്ന് ചോദ്യം ചെയ്ത് റംസാനിട്ട് പണിഷ്മെന്റ് ഒക്കെ കൊടുത്തതാണ്. അങ്ങനെ ഇത് ഒരു ഫൈറ്റിലേക്ക് പോകുന്ന രീതിയിലാണ് ആര്യൻ ചെരുപ്പറിയുന്നത്. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞ അബി 5-6 കയറി വിളിച്ചിട്ടുണ്ട്. എന്നാലും ശരിക്കും പറഞ്ഞാൽ ആർക്കായാലും ആ സമയത്ത് ദേഷ്യം വരും. കാരണം ഇങ്ങനെ ഒരാൾ ഇമോഷണലി അയാളുടെ സ്റ്റോറി പറയുമ്പോൾ ഇങ്ങനെ അത് വളരെ മോശമാണ്. ഇത് ആര്യന് നെഗറ്റീവായിട്ടേ വരുള്ളൂ. കാരണം ജിസൈൽ പോലും, പക്ഷെ ജിസൈൽ ഇരുന്ന് ന്യായീകരിക്കണം. കാരണം ജിസൈലാണെങ്കിൽ ജിസൈൽ സ്റ്റോറി കേട്ടോണ്ടിരിക്കണം. പക്ഷെ ദയവ് ചെയ്ത് ജിസൈലും ആര്യനും തമ്മിലുള്ള കോംബോ വിട്ടാൽ വളരെ നല്ലതാണ്, സീരിയസ്ലി. കാരണം ശരിയാ, അത് ജിസൈലിന് നെഗറ്റീവ് ആവും, ആര്യന് നെഗറ്റീവ് ആവും. ആര്യനാണെങ്കിൽ ഇപ്പൊ പക്ക നെഗറ്റീവായ ഒരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ 2 ദിവസമായിട്ട് ആര്യൻ നല്ല നെഗറ്റീവാണ്, പുറത്ത് നല്ല നെഗറ്റീവാണ്. അത് മാത്രമല്ല ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ മനസ്സിൽ ഈ ഇത്രയും ഫൈറ്റും കാര്യങ്ങളും അക്ബറുമായിട്ടുള്ള ഈ ഒരു കൂട്ടുകെട്ടം പറയുമ്പോൾ അപ്പാനി ശരത്തിൽ പിന്നെയും ഒരു എന്താ ഒരു മനസ്സിനകത്തൊരു ഇതുണ്ടായിരുന്നു. കാരണം അയാള് പിന്നെയും ഭേദമാണ്, നന്നായിട്ട് ടോക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും ആക്റ്റീവ് ആണെന്നുള്ള ഭേദമാണ് എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പാനി ഒരു വിലയുണ്ടായിരുന്നു, സീരിയസ്ലി വിലയുണ്ടായിരുന്നു. പക്ഷെ അപ്പാനി അത് കളഞ്ഞു കുടിച്ചു, സീരിയസ്ലി. അപ്പാനിയും അക്ബർ പക്ഷെ ഇന്ന് ആര്യൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് നിന്നത്. പക്ഷെ അപ്പാനിയും അക്ബറും ജിസേലിന്റെയും ആര്യന്റെയും അടിമകളാണ്. ടു ബി വെരി ഫ്രാങ്ക്, അവരങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യുന്നത്. അതിന് സാഹചര്യം ഞാൻ പറഞ്ഞു തരാം, അതിലോട്ട് വരാം. അങ്ങനെ അക്ബർ വരെ അഗെയിൻസ്റ്റ് ആയിട്ട്. പിന്നെ ഇതിങ്ങനെ വാക്കേറ്റമായിട്ട് പുറത്തും വീടിനകത്തും ഒന്നും വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട് അബിയും. പക്ഷെ ആരും അധികം സംസാരിക്കാൻ പോകുന്നില്ല. പിന്നീട് അവരുടെ വാക്കേറ്റം നടക്കുന്നത് അല്ല, ഇതിനിടയ്ക്ക് അവിടെ ആക്ടിവിറ്റി ഏരിയ വെച്ചിട്ട് ഒനീലും റെനയും തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടാക്കുന്നത്. ഒനീലാണെങ്കിൽ നല്ലപോലെ ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒനീലും റെനയും തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടാകുന്ന. അതിനിടയ്ക്ക് അബിയും ഇടപെട്ട് ഇവര് 3 പേരും കൂടി നല്ല ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. സരികയാണെങ്കിൽ സരിക അയ്യോ പാവ ഞാൻ അവന്റെ കോസ്റ്റ് കണ്ട് ചിരിച്ചെന്നൊക്കെ പറഞ്ഞ് സരിക തടിയൂരിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ റെനയ്ക്കാണിട്ട് വൃത്തി കൊണ്ടത്. പക്ഷെ സരിക ചിരിച്ചതിന്റെ അത്ര റെന ചിരിച്ചിട്ടില്ല. റെന ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് റെന ചിരിച്ചു. പക്ഷെ തിരിഞ്ഞു നോക്കി ചിരിച്ചു, പക്ഷെ അത്രേ ഉള്ളൂ. പക്ഷെ കൊണ്ടത് അത്ര റെനക്കിട്ടാണ്. സരികയാണ് പൊട്ടി ചിരിച്ചത് അവിടെ. പക്ഷെ ആരും ചിരിക്കുന്ന ചിരി അവരെല്ലാരും കേൾക്കാം. അങ്ങനെ പക്ഷെ ആര്യം മനഃപൂർവ്വം ചിരിച്ചതാണ്. ആര്യം പിന്നീട് അത് പറയുന്നുണ്ട് വരാം. അങ്ങനെ അവിടെ ഭയങ്കര ഒരു വാക്കേറ്റം നടക്കുകയാണ്. റെന പറയുന്നുണ്ട്, റെനയുടെ മുഖത്ത് നോക്കി അത്രയും ഒനീലിന്റെ വായില് തുപ്പലല്ല റെനയുടെ മുഖത്താണെന്ന് റെന പറയുന്നുണ്ട്. തുപ്പാണ് ഇയാളെ മുഖത്തെന്നും പറഞ്ഞത് പറയുന്നുണ്ട്. പക്ഷെ ഒനീല് റെനയോട് യൂസ് ചെയ്ത സ്ലാങ്ങും ഒരു ഭാഷയും ഒരുമാതിരി ആയിപ്പോയി. നമ്മളത് ലൈവിൽ ഇത് മാത്രമല്ല ഇൻസ്റ്റയിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. ഒരുമാതിരി മോശം സ്ലാങ് ആണ് ഒനീൽ അവിടെ യൂസ് ചെയ്തത്. അങ്ങനെ അവിടെ ആ ഒരു സംസാരം നടക്കുകയാണ്. ഇതിനേക്ക് ആര്യം പറയുന്നുണ്ട് എനിക്ക് പെയിൻ എടുത്തിട്ട് ഞാൻ കരഞ്ഞതാണ്, എന്റെ ഇമോഷൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആര്യനും അവിടെ കിടന്ന് മെഴുകുന്നുണ്ട്. പക്ഷെ ആരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആര്യം പോയി കിടക്കുമ്പോൾ ഈ അപ്പാനി പോയിട്ട് ആര്യന്റെ കൂടെ നിന്ന് ചിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആര്യനോട് ഒരു സോഫ്റ്റ് കോർണർ അപ്പാനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആര്യനോട് ഒരു ഭയങ്കര ഒരു സോഫ്റ്റ് കോർണർ. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇതിന് അപ്പാനി ഇങ്ങനെ ചിരിക്കേണ്ട കാര്യം എന്താണ്? അക്ബർ പോലും അവിടെ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ അപ്പാനിക്ക് എന്താണ് ആര്യനോട് ഇത്ര സോഫ്റ്റ് കോർണർ? എനിക്ക് മനസ്സിലാവുന്നില്ല, സീരിയസ്ലി. അതാണ് പറഞ്ഞത്. മറ്റ് റിവ്യൂവേഴ്സ് എല്ലാവരും പറയുന്നുണ്ട് അപ്പാനി അക്ബറും ഒക്കെ ആര്യന്റെ ജിസൈന്റെ അടിമകളായി പോലെ ബിഹേവ് ചെയ്യുന്നത്. ഈ റെനയും നെവിനും ഓൾറെഡി അവരെ കൂട്ടത്തിലാണ്. പക്ഷെ ഇവരെ പുറകെ നടക്കുകയാണ് ഈ അപ്പാനിയും അക്ബറും കൂടെ. പക്ഷെ അപ്പാനി ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല.
ആ ഒരു വില എനിക്ക് നഷ്ടപ്പെട്ടു. സീരിയസ്ലി അപ്പാനിയുടെ ഒരു വില എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം അയാളൊന്ന് കയറി വന്നതാണ്, പക്ഷെ അയാൾ തന്നെ അയാളുടെ വില കളഞ്ഞു കുടിച്ചു. സീരിയസ്ലി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഈ അപ്പാനെയും ആര്യനും കൂടെ ഇരുന്ന് അവിടെ പൊട്ടിച്ചിരിയാണ്. ആ ബെഡിന്റെ ആ സൈഡിൽ നിന്നിട്ട് പൊട്ടിച്ചിരിയാണ്. പിന്നെ അവിടെ ഫൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനുശേഷം ലാസ്റ്റ് നടക്കുന്ന എന്താന്ന് വെച്ചാൽ, ഇതിന്റെ പേരിലുള്ള ടോക്കെല്ലാം കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് നടക്കുന്ന എന്താന്ന് വെച്ചാൽ, നമ്മുടെ ബിന്നിയുടെ അടുത്ത് ആരും ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ബിന്നിക്ക് അറിയാലോ, അതായത് ഒരാളുടെ ഇമോഷണൽ ബേസ്റ്റോ അങ്ങനെ ഒരു പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. അതൊക്കെ ബിന്നി ഡോക്ടറല്ലേ, ബിന്നിക്ക് അറിയാമല്ലോ. പക്ഷെ ബിന്നി സ്ട്രോങ്ലി ആര്യന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആര്യന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ബെറ്റർ യു കൺസൾട്ട് കൗൺസിലിങ്ങിന് പോകാനൊക്കെ ബിന്നി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ഇന്ന് നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു, ഒരു നല്ല ഫൈറ്റ് കാണാൻ പറ്റി. പക്ഷെ മോശമാണ്, ആര്യം ചെയ്തത് വളരെ മോശമാണ്. ഒരാൾ ഇമോഷണലി കഥ പറയുമ്പം അയാളുടെ സ്റ്റോറി ലൈഫ് സ്റ്റോറി പറയുമ്പം ഇങ്ങനെ ചിരിക്കാനുള്ളതല്ല ലൈഫ് സ്റ്റോറി. ചിരിക്കാനുള്ള കോണ്ടന്റ് ആക്കി അവർ പറയുകയാണെങ്കിൽ, അതായത് കുറച്ച് നമ്മുടെ സീസൺ 5 അഖിൽമാരെ പറഞ്ഞ രീതിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ചിരിക്കാം. പക്ഷെ ശൈത്യയുടെ ഭയങ്കര ഇമോഷണലി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. പിന്നെ ഡിബേറ്റ് ടാസ്കിലും എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പക്ഷെ ചിലരൊക്കെ പറഞ്ഞതുപോലെ ആൾക്കാരൊക്കെ അവര് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും വഴിതിരിഞ്ഞു പോയി. പിന്നെ മറ്റേ ആ ടാസ്ക് ഫിസിക്കലിലോട്ട് എത്തേണ്ടതാണ്. പക്ഷെ അവര് കൊച്ചു പിള്ളേരെ കണക്കാണ് പെരുമാറുന്നത്. അതാണ് ബിഗ് ബോസും വലുതായിട്ട് മൈൻഡ് ചെയ്യാത്തത്. ഏതായാലും ഇനി നോക്കാം നാളെ എന്താണ് നടക്കുന്നത്. നാളെ ആരാണ് ജയിലിൽ പോകുന്നത്, നാളെ ആരെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് പോകുന്ന 3 പേരാണ്, ആരാണ് ജയിലിൽ പോകുന്നത്, ആരൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ആരൊക്കെയാണ് പണിപ്പുരയിൽ ഇവർ ഇത്രയും പേര് പോവുകയാണ്. ആരൊക്കെയാണ് പോകുന്നത്? ജിസൈൽ പോകുന്നുണ്ട്, പിന്നെ നമ്മുടെ ഒനീൽ പോകുന്നുണ്ട്, അനീഷ് പോകുന്നുണ്ട്, നെവിൻ പോകുന്നുണ്ട്, പിന്നെ ഒരാളും കൂടെ പോകുന്നുണ്ട്, മറന്നുപോയി ഞാൻ ആരായിരുന്നു, മറന്നുപോയി. ഇത്രയും പേര് നാളെ പണിപ്പുര പോകുന്നുണ്ട്. മാക്സിമം ഇവർ എത്ര കളക്ട് ചെയ്യും നമുക്ക് നോക്കാം, എന്തൊക്കെ കളക്ട് ചെയ്യും നമുക്ക് നോക്കാം. സോ താങ്ക് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം, കമന്റ് ചെയ്യാതിരിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക, വീഡിയോ ഫുള്ളാ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.